എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ. ഇവിടെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന ഏതിലാണെന്നാണ് നമ്മൾ പറഞ്ഞു തരുന്ന. അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന ഏത് കോമ്പൗണ്ട്സിലൊക്കെയാണ് നടക്കുന്നത്? സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? അൺസാച്ചുറേറ്റഡ് അല്ലെ, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ് എന്ത് നടക്കുന്നത്? അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. അതായത് അപൂരിത ഹൈഡ്രോ കാർബണിലാണ് അല്ലേ. അപ്പൊ അപൂരിത ഹൈഡ്രോ കാർബൺ ഏതാണ്? ഇതാണ്. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ഇല്ല, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? Then second question, analyze the following chemical equation. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നോക്കട്ടെ എന്താണ്. നെയിം ഓഫ് ദി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഒബ്റ്റൈൻഡ് ആസ് എ പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റിൽ ഇല്ലേ, പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. പ്രൊഡക്റ്റിൽ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഇവിടെ ഉണ്ട്. അതുപോലെ എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പം ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന അപൂരിത സംയുക്തത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് അപൂരിത സംയുക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ആണ് ഇല്ലേ. അപ്പൊ ഏതാണ്? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏത് വരും? പ്രൊപ്പീൻ ഇല്ലേ. ഏതാണ് അതിന്റെ പേര്? പ്രൊപ്പീൻ ആണ്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പീൻ. ഇനി വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഏതുതരം രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ നോക്കിയേ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ക്രാക്കിംഗ് സംഭവിക്കുക, വിഘടിക്കുക അല്ലേ നടക്കുന്നത് ഇല്ല, വിഘടനമാണ് നടക്കുന്നത്. അതായത് തെർമൽ ക്രാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് താപീയ വിഘടനമാണ് ഇവിടെ നടക്കുന്നത്. The next question, third one, CH3COH is the condensed formula of an organic compound. ഓർഗാനിക് സംയുക്തത്തിന്റെ കണ്ടൻസ് ഫോർമുല തന്നിട്ടുണ്ട്. ടു വിച്ച് കാറ്റഗറി ഡസ് എ കോമ്പൗണ്ട് ബിലോങ്? ഈ സംയുക്തം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? CH3COH എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽ പെടുന്നുണ്ട്? ആസിഡ് ആണ് അല്ലേ, ആസിഡ് വിഭാഗത്തിലാണ് ഇത് വിടുന്നത്. Then write the IUPAC name of this compound. ഇതിന്റെ IUPAC നെയിം ഏതാണ് വരുന്നത്? CH3COH ആണ്. ഏതാണ് IUPAC നെയിം? എഥനോയിക് ആസിഡ് ആണ് അല്ലേ, എഥനോയിക് ആസിഡ്. Then അതിന്റെ C പാർട്ട്, റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. അതായത് എഥനോയിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡിന്റെ ഒരു യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഥനോയിക് ആസിഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മാനുഫാക്ചർ ഓഫ് വിനീഗർ അല്ലേ, വിനീഗറിന്റെ നിർമ്മാണത്തിന്. പ്രൊഡക്ഷൻ ഓഫ് അസറ്റിക് ആൻഹൈഡ്രൈഡ്, അസറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബേഴ്സ്, സോൾവെന്റ് ഓഫ് പോളിമേഴ്സ് ആൻഡ് റെസൈൻസ്, മാനുഫാക്ചർ ഓഫ് ഡിസിൻഫെക്ട്സ്, മാനുഫാക്ചർ ഓഫ് മെഡിസിൻസ് ഇല്ലേ, പോളിമറുകളുടെയും റെസിനുകളുടെയും ലായകമായിട്ടും അണുനാശിനി നിർമ്മിക്കാനും മരുന്നുകളുടെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എഥനോയിക് ആസിഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം യൂസസുകളൊക്കെ എല്ലാത്തിനും നിങ്ങളൊരു 4 വീതെങ്കിലും പഠിച്ചു വെച്ചോളൂ. 2 3 ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പം ദാറ്റ് ഈസ് എ യൂസസ് ഓഫ് എഥനോയിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻ വിച്ച് ഷോസ് ദ ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ്. മൊളാസസിന്റെ ഫെർമെന്റേഷനെ കാണിക്കുന്ന ഒരു സമവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇല്ലേ. അപ്പൊ താ നോക്കിയാ, ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ എൻസൈം എ എന്ന് പറഞ്ഞിരിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഷുഗർ സൊല്യൂഷൻ അല്ലേ മൊളാസസ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതാണ് എൻസൈം? ഇവിടുത്തെ എൻസൈം ഏതാണ്? സൈമേസ് ആണ് അല്ലേ, സൈമേസ് ആണ് ഇവിടുത്തെ എൻസൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? വിച്ച് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ വാഷ് ഈസ് സബ്ജക്ട് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ, ആംശീയഛേദനം നടത്തുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലേ, റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ് നമുക്കിവിടെ കിട്ടും. നമുക്കറിയാം വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര പെർസെൻറ്റേജ് ആണ്? 8 to 10%. ഓർത്തരം കേട്ടോ, വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് 8 to 10% ഓഫ് എഥനോൾ ആണ് വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു, വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതായത് എത്രയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ 95.6% ഇല്ലേ, 6% എഥനോൾ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, 5th one, സ്റ്റാർട്ടിംഗ് ഫ്രം ഈത്തീൻ കേട്ടോ. ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഈച്ച് റിയാക്ഷൻ. ഈതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട്സ് കിട്ടണം. അപ്പൊ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈതിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതാണ്? ഈതി എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്
ഇല്ലേ? എന്ത് സംഭവിക്കും? അതാ നമ്മളൊരു ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജൻ ആഡ് ചെയ്തു. ദെൻ അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? നമുക്ക് CH3 കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമുക്കിവിടെ കിട്ടി. ഇത് ഏത് രാസപ്രവർത്തനമാണ് നമ്മൾ പഠിച്ച രാസപ്രവർത്തനം ഏതാണ്? അഡീഷൻ രാസപ്രവർത്തനമാണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അഡീഷൻ രാസപ്രവർത്തനമാണ് കേട്ടോ, അഡീഷൻ റിയാക്ഷൻ ആണ് ഇത്. ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ നമുക്ക് എന്താണ് വേണ്ടത്? CH3CH2Cl വരണം ഇല്ല? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. CH2 ഡബിൾ ബോണ്ട് CH2 ഇല്ലേ? അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് എന്താണ് HCl ആണല്ലേ, HCl ആണ് ആഡ് ചെയ്യുന്നത്. തന്നെ എന്താണ് ഇവിടെ വരുന്നത്? നോക്കുക, ഏത് വരും? CH3 ഇല്ല, ഇവിടെ വരും CH3, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. പിന്നെന്താണ്? then CH2Cl, CH3CH2Cl, അതായത് 1-chloro-ethane. ഇതിന്റെ പേരെന്താണ്? 1-chloro-ethane എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. 1-chloro-ethane എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? ഇനി which reaction is used to get polythene from ethene? ഈതിയിൽ നിന്നും പോളിത്തീൻ ഇല്ലേ, ഈതിയിൽ നിന്നും നമുക്ക് പോളിത്തീൻ കിട്ടണം ഇല്ലേ? അപ്പൊ അതിനെ ആ പ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഈതിയിൽ നിന്ന് നമുക്ക് പോളിത്തീൻ അല്ലെങ്കിൽ പോളിഈതീൻ കിട്ടുന്ന രാസപ്രവർത്തനത്തിന്റെ പേരെന്താണ്? പോളിമറൈസേഷൻ അല്ലെ, പോളിമറൈസേഷൻ എന്നാണ് പറയുന്നത്. പോളിമറൈസേഷൻ. Then next question നോക്കിയേ, how ethanoic acid is industrially prepared? എഥനോയിക് ആസിഡ് എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എഥനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. മെഥനോളിനെ കാർബൺ മോണോക്സൈഡ് അല്ലെ, മെഥനോൾ ഉണ്ട്, മെഥനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. നമുക്ക് എങ്ങനെ എഴുതണം? ട്രീറ്റിംഗ് കേട്ടോ, സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ട്രീറ്റിംഗ് ഏതാണ്? മെഥനോൾ അല്ലെ, ട്രീറ്റിംഗ് മെഥനോൾ with carbon monoxide in the presence of, എഴുതണം കേട്ടോ, in the presence of catalyst, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, മെഥനോളുമായിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് വരും. മെഥനോൾ എന്ന് പറയുമ്പം CH3OH ആണ് മെഥനോള് ഇല്ലേ, കാർബൺ മോണോക്സൈഡായിട്ട് റിയാക്ട് ചെയ്തു. ദ പ്രസൻസ് ഓഫ് എന്താണ്? കാറ്റലിസ്റ്റ്, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ കിട്ടുന്ന എഥനോയിക് ആസിഡ് ആണ്. അതായത് CH3 എന്ത് വരും? COH, എഥനോയിക് ആസിഡ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ ആണല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എഥനോൾ ഈസ് ആൻ ആൽക്കഹോൾ വിച്ച് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോൾ ആണ് എഥനോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 95.6% ഓഫ് അല്ലെ എഥനോൾ, 95.6% ഓഫ് എഥനോൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. Then how does rectified spirit different from absolute alcohol? ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്? എങ്ങനെയാണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ലെ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% അല്ലെ, 100% ഓഫ് എഥനോൾ, 100% ഓഫ് എഥനോൾ ആണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 95.6%. അപ്പൊ എഴുതണം കേട്ടോ. ബട്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95.6% ഓഫ് എഥനോൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? നമ്മൾ 5 കഴിഞ്ഞു. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Complete the table using names of reactions given in the box. കുറച്ച് കെമിക്കൽ റിയാക്ഷന്റെ പേര് തന്നിട്ടുണ്ട്, ബോക്സ് കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കിയേ, CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്തു. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഏത് റിയാക്ഷൻ ആണ്? എന്ന് വെച്ചാൽ ഏതാണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ അല്ലെങ്കിൽ HCl ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ കേട്ടോ. എന്ന് പറഞ്ഞാൽ അഡീഷൻ റിയാക്ഷൻ, ഇവിടെ തന്നെ എഴുതാം, അഡീഷൻ റിയാക്ഷൻ. ദെൻ അടുത്ത് CH3CH2Cl2 അല്ലെ, ക്ലോറിനാണ് ആഡ് വന്നത്. ദെൻ അപ്പൊ എന്തായിട്ട് മാറി? CH3CH2 ക്ലോറിൻ ഇങ്ങോട്ട് വന്നു ഇല്ലേ. പിന്നെ എന്തായിട്ട് മാറി? ഇവിടെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ടും പോയി. അപ്പൊ ഏത് റിയാക്ഷൻ ആണിത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ആദേശ രാസപ്രവർത്തനം.
ഇനി CH4+2O2 ഗീവ്സ് ഓക്സിജൻ ആണ് അവിടെ വന്നത്. ഓക്സിജൻ ആ വരുമ്പോൾ എന്താണ്? നമ്മുടെ ഏതാണ്? കമ്പസ്റ്റൻ ആണ് അല്ലേ? കമ്പസ്റ്റൻ ഓക്സിജൻ ആണ് ആഡ് ചെയ്ത് വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനത്തെ ഒരു ബോക്സിലുള്ള ചോദിക്കാം അങ്ങോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഏത് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇക്വേഷൻ തന്നിട്ട് കേട്ടോ, അതൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th one രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. XY CH4+2CO2 ഗീവ്സ് -2H2O പ്ലസ് ഹീറ്റ് പിന്നെ NCF2 ഡബിൾ ബോണ്ട് CF2 രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മീഥേൻ ആണല്ലേ? മീഥേൻ എങ്ങനെയാണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് വായുവിൽ കത്തുവാണ് അല്ലേ? വായുവിൽ കത്തുമ്പോൾ നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇതെന്താണ്? കമ്പസ്റ്റൻ ആണല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 2H2O പ്ലസ് അതുപോലെ തന്നെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ബി എന്താണ്? നെയിം ദ റിയാക്ഷൻ വൈ. രണ്ടാമത്തെ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇത് ഏത് റിയാക്ഷൻ ആണ്? നമ്മുടെ പോളിമറൈസേഷൻ ആണ് അല്ലേ? ഏത് റിയാക്ഷൻ ആണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി റൈറ്റ് എനി വൺ യൂസ് ഓഫ് ടെഫ്ലോൺ. ടെഫ്ലോണിന്റെ ഏതെങ്കിലും ഒരു യൂസ് എഴുതാനാണ് പറഞ്ഞത്. ടെഫ്ലോൺ എന്തിനു വേണ്ടിയാണ്? കുക്ക്വെയറിന്റെ ഇന്നർ ഭാഗം കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെഫ്ലോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ കോട്ടിങ് ഓൺ ഇന്നർ സർഫസ് ഇല്ലേ? കോട്ടിങ് ഓൺ നമ്മൾ പറയാം കോട്ടിങ് ഓൺ ഇന്നർ സർഫസ് ഓഫ് കുക്ക്വെയർസ് അല്ലേ? പാത്രങ്ങളുടെ ആ ഇന്നർ സർഫസിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ടെഫ്ലോൺ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്ക് കുക്ക്വെയർസിലൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടി. മനസ്സിലായല്ലോ? then അടുത്തത് 10th one choose a compounds from the box and answer the following questions. ഇവിടെ കോമ്പൗണ്ട്സിനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിച്ച് ഈസ് എ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് വരുന്ന ഏതാണ് നമുക്കറിയാം? COH ഏതാണ്? കാർബോക്സിലിക് ആസിഡ്. അതായത് CH3COH ഇതാണ് കാർബോക്സിലിക് ആസിഡ്. ഇതാണ് അല്ലേ? then which compound is an ester. എസ്റ്റർ പറഞ്ഞെങ്കിൽ നമ്മൾ ഏതാണ് പഠിച്ചിട്ടുണ്ട്? CO പറഞ്ഞു. അപ്പൊ ഇതാണ് എസ്റ്റർ. അതായത് CH3CO CH2 CH3. then identify ethanol. ethanol ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ethanol ഏതാണ്? OH ഗ്രൂപ്പ് വരുന്നതാണ് ethanol അല്ലേ? CH3 CH2 OH. നെക്സ്റ്റ് വൺ വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. എഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത് ചോദിച്ചത്. എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ്? കരിമ്പിൻ ജ്യൂസ് ആണ് അല്ലേ? മൊളാസസിന്റെ ഫെർമെന്റേഷൻ വഴിയാണ് കരിമ്പിൻ ജ്യൂസ് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? എഥനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് C12H22O11. മനസ്സിലായല്ലോ? വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ആ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോരോ പോയിന്റുകൾ കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഈസിയാണ്. ചെറിയൊരു നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓരോന്നിന് എന്തൊക്കെയാണ് ഇപ്പം എസ്റ്റർ ആണെന്നെങ്കിൽ CO വരണം, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ COOH വരണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ നമുക്ക് വരും എക്സാമുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇക്വേഷനൊക്കെ മാറി വരത്തൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ബുക്കിലേക്ക് തന്നെ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. താങ്ക്